പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധാഗ്നിയിലേക്ക് നീങ്ങുമ്പോൾ ലോകം മുഴുവൻ ഭീതിയോടെയാണ് ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. എന്നാൽ ഇതിനിടയിൽ വേറിട്ട് നിൽക്കുന്നത് ഇറാന്റെ അചഞ്ചലമായ പോരാട്ട വീര്യം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മഹാശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ സൈനിക സന്നാഹങ്ങൾക്ക് മുന്നിൽ ഒട്ടും പതറാതെ തങ്ങളുടെ പരമാധികാരത്തിനായിട്ട് ഇറാൻ നടത്തുന്ന ഈ പ്രതിരോധം ആഗോളതലത്തിൽ വലിയ ചർച്ചയായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരെ കടുത്ത മുന്നറിയിപ്പുകളുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഇറാൻ മര്യാദയ്ക്ക് പെരുമാറുന്നതാണ് അവർക്ക് നല്ലതെന്നും സമാധാന ചർച്ചകൾക്ക് തയ്യാറായില്ല എങ്കിൽ രാജ്യത്തെ പ്രധാന പാലങ്ങളും വൈദ്യുതി നിലയങ്ങളും തകർക്കുമെന്നുമാണ് ട്രംപിന്റെ വക ഭീഷണി. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക കഴിഞ്ഞ ദിവസം വ്യോമാക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ പരസ്യ പ്രതികരണവുമായിട്ട് ട്രംപ് എത്തിയത്. തങ്ങളുമായിട്ട് ഒരു കരാറിലെത്താൻ ഇറാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിന് വഴങ്ങിയില്ല എങ്കിൽ ഇറാനെ പൂർണ്ണമായിട്ടും തകർക്കണോ അതോ കരാർ ഉണ്ടാക്കണോ എന്ന് അമേരിക്ക തീരുമാനിക്കുമെന്നുമാണ് ട്രംപ് കടുപ്പിച്ച് പറഞ്ഞത്. കഴിഞ്ഞ മാസം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ താൽക്കാലിക ധാരണകളെല്ലാം തകിടം മറിച്ചാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി എത്തിയത്. ഹോർമുസ് സമുദ്രസന്ധിയിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് ഭീഷണിയാകുന്ന ഇറാന്റെ ആക്രമണശേഷി നശിപ്പിക്കുവാനാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ് അമേരിക്കൻ സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയത്. ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച ഇറാനിയൻ കപ്പലിന് നേരെ അമേരിക്ക വെടിയുതിർക്കുകയും ചെയ്തു. എന്നാൽ അമേരിക്കയുടെയും ഈ ഭീഷണികൾക്കും ആക്രമണങ്ങൾക്കും മുന്നിൽ ഒട്ടും പിന്നോട്ട് പോകുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്നാൽ അമേരിക്കയുടെ ഭീഷണികൾക്കും ആക്രമണങ്ങൾക്കും മുന്നിൽ ഇറാൻ ഒട്ടും പിന്നിലേക്ക് പോകുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അമേരിക്ക തങ്ങളുടെ ആയുധ ശേഖരത്തിന്റെ വലിയൊരു ഭാഗം ഈ പോരാട്ടത്തിനായിട്ട് ഉപയോഗിച്ചു തീർക്കുമ്പോഴും ഇറാന്റെ ധൈര്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വാഷിംഗ്ടൺ പെടാപ്പാട് പെടുകയാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായ നിലപാടുകളോട് കടുത്ത ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചത്. ഈ കരാർ കൊണ്ട് തങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല എങ്കിൽ അത് തുടരേണ്ട ആവശ്യമില്ല എന്നാണ് ഇറാന്റെ പരമോന്നത ചർച്ചാ പ്രതിനിധിയായ മുഹമ്മദ് ബാഖർ ഖാലിബാഫ് വ്യക്തമാക്കിയത്. അമേരിക്കയുമായുള്ള പോരാട്ടം ഇറാന്റെ നിലനിൽപ്പിന് പ്രശ്നമാണെന്നും സമാധാന ചർച്ചകളും യുദ്ധവും ഒരുപോലെ തങ്ങളുടെ പ്രതിരോധ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെറും വാക്കുകളിൽ ഒതുക്കാതെ ബഹ്റൈനിലെയും കുവൈറ്റിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ശക്തമായ തിരിച്ചടി നൽകുവാനും ഇറാൻ സൈന്യത്തിന് കഴിഞ്ഞു. സമുദ്രസന്ധിയിലെ തങ്ങളുടെ അധികാര പരിധി സംരക്ഷിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണെന്ന് ഇറാൻ വീണ്ടും അടിവരയിടുന്നു. അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമുസ് സമുദ്രസന്ധിയിലെ തന്ത്രപ്രധാനമായ ഗ്രേറ്റർ ടൂൺ ദ്വീപിലെ ക്രൂയിസ് മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും തീരദേശ പ്രതിരോധ സംവിധാനങ്ങളും ലക്ഷ്യമിട്ട് 90 മിനിറ്റോളമാണ് അമേരിക്ക വ്യോമാക്രമണം നടത്തിയത്. ഇറാന്റെ പ്രധാന തുറമുഖ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, ചാബഹാർ എന്നിവിടങ്ങളിലെ റഡാർ സംവിധാനങ്ങളും സമുദ്ര നിരീക്ഷണ കേന്ദ്രങ്ങളും അവർ തകർത്തു. ഇതിനൊപ്പം തുറമുഖ ഉപരോധം കർശനമാക്കിയതോടെ പേർഷ്യൻ ഗൾഫിലൂടെയുള്ള സാധാരണ കപ്പൽ ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിരിക്കുകയുമാണ്. എന്നാൽ ഇതിനെതിരെ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് നൽകിയ മുന്നറിയിപ്പ് അമേരിക്കയെ പോലും പ്രതിരോധത്തിലേക്ക് എത്തിക്കുന്നതാണ്. തങ്ങൾക്ക് നേരെ ആക്രമണം തുടർന്നാൽ അമേരിക്കയുടെയും അവരുടെ സഖ്യ രാഷ്ട്രങ്ങളുടെയും സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന മറ്റ് എണ്ണവാതക കയറ്റുമതി പാതകളും പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടാൻ തങ്ങൾ നിർബന്ധിതരാകും എന്നാണ് ഇറാന്റെ താക്കീത്. ഇറാന്റെ ഈ പോരാട്ട വീര്യവും പ്രതിരോധ തന്ത്രങ്ങളും അമേരിക്കൻ സഖ്യത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരത്തിൽ ഇറാൻ ശക്തമായ പ്രതിരോധം ഉയർത്തുന്നുണ്ടെങ്കിലും ഈ സൈനിക നീക്കങ്ങൾ ലോകത്താകമാനം ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന ട്രംപിന്റെ ഭീഷണി അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ജനവാസ കേന്ദ്രങ്ങളെയും സാധാരണക്കാരുടെ വിഭവങ്ങളെയും ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം യുദ്ധക്കുറ്റമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ മേധാവി വോൾക്കർ തുർക്ക് മുൻപ് ഓർമ്മപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ വിമർശനങ്ങൾക്കൊന്നും ചെവി കൊടുക്കാൻ അമേരിക്ക തയ്യാറായില്ല. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിലെ ഈ പോരാട്ടം ആഗോള സമ്പദ് വ്യവസ്ഥയെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. എണ്ണ കപ്പലുകളുടെ നീക്കം ഏതാണ്ട് പൂർണ്ണമായിട്ടും നിലച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുകയുമാണ്. നയതന്ത്ര തലത്തിൽ ചർച്ചകൾ പുനരാരംഭിച്ചില്ല എങ്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ പശ്ചിമേഷ്യ ഒന്നാകെ വിഴുങ്ങുന്ന ഒരു വൻ യുദ്ധത്തിലേക്ക് വഴിമാറുമെന്ന ഭീതിയിലാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ.